ദൈവത്തിന് സ്തുതി. യേശുവിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ ഡേനിഷ് മീഡിയ പ്രേക്ഷകരെ, ഈ അടുത്ത ദിവസം ഞാൻ ഒരു ശവ അടക്ക കർമ്മം വീക്ഷിക്കാൻ പോവുകയുണ്ടായി. എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തും മുൻ കരിസ്മാറ്റിക്കിൽ വളരെയധികം പ്രവർത്തിച്ചിരുന്നതുമായ ഒരു വക്കീൽ അഡ്വക്കേറ്റ് തോമസ്, കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ്. ആളുടെ ഭാര്യ ഒരു 7 കൊല്ലം 2 മാസം മുമ്പ് ഒരു ചെറിയൊരു കാർ അപകടത്തിൽ പെട്ടു. തലയ്ക്കൊരു ക്ഷതമേറ്റു. പകലാണ് അപകടം ഉണ്ടായത്. പക്ഷെ രാത്രി ആയപ്പോഴേക്കും ബോധക്ഷയം ഉണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ 7 കൊല്ലം 2 മാസവും ഞാൻ കണ്ടത് ഈ തോമസ് വക്കീൽ പ്രീതമ്മയുടെ അരികിലിരുന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നൊരു സംഗതിയാണ് കണ്ടത്. വളരെ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും വളരെ തിരക്കുള്ളൊരു മനുഷ്യനായിരുന്നു ഈ തോമസ് വക്കീൽ. പക്ഷേ ഭാര്യ ഇത്തരത്തിലൊരു അപകടത്തിൽ അകപ്പെട്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ചികിത്സാർത്ഥം മംഗലാപുരത്തൊരു വീട് വാങ്ങി അവിടെ താമസിച്ചായിരുന്നു ചികിത്സിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ചുറ്റുപാടുകൾ വിലയിരുത്തി കാണുമ്പോൾ ഇതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. കാരണം കാനഡയിൽ ഈ വർഷം പുതിയൊരു സംഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡൈയിങ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംവിധാനമാണ് തുറന്നിരിക്കുന്നത്. അതിലേക്ക് ആർക്കും ഒപ്പിട്ട് കൊടുക്കുന്നവർക്കൊക്കെ അവര് മരിക്കാൻ സഹായിക്കും. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കി. അത് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് നിൽക്കുന്ന ഒരു ലക്ഷണം ഞാൻ കാണുന്നില്ല. ഇത് ലോകം മുഴുവനും കത്തിപ്പെടാനാണ് പോകുന്നത്. അതായത് ദൈവത്തിനെതിരെ, വചനത്തിനെതിരെ ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് വന്നിരിക്കുന്നത് എന്നുള്ള യേശുവിൻ്റെ വിശുദ്ധ യോഹന്നാൻ 10:10 എഴുതിയിരിക്കുന്ന വചനത്തിനെതിരെ ഒരു നീക്കമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു ആവശ്യം, ഇന്ന് നമുക്ക് ഏവർക്കും അറിയാം, ഈ കുടുംബാസൂത്രണം ചൈനയിൽ നടപ്പിലാക്കിയപ്പോൾ ചൈനയിൽ ചെറുപ്പക്കാരില്ലാതെ, കാരണം ഒരു കുടുംബത്തില് ഒരു കുഞ്ഞ് എന്നുള്ളൊരു സിദ്ധാന്തത്തിലേക്ക് ചെന്നപ്പോൾ ചൈന അവരുടെ സോഷ്യൽ ഫാബ്രിക് കൊളാപ്സായി. പക്ഷെ മാർക്കറ്റ് കൊണ്ട് താനും മാർക്കറ്റ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം മെക്കാനിക്കലി ആണല്ലോ, മെഷീൻ വെച്ചാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചൈനയ്ക്ക് തൻ്റെതായ മാർക്കറ്റ് എന്ന് പറയാനായിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റ് വളരെ ചുരുക്കമാണ്. അവർക്ക് പുറത്ത് സെയിൽ ചെയ്താൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇന്ത്യ രക്ഷപ്പെട്ടിരിക്കുന്നത് ആകെ മൊത്തം നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ എണ്ണം അതായത് ഒരു വളരെയധികം കുറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളൂ. വടക്കേ ഇന്ത്യയിൽ 2, 3, 4 കുഞ്ഞുങ്ങളാണെങ്കിൽ തെക്കേ ഇന്ത്യയിൽ 1, 2 ആയി ചുരുങ്ങി. അപ്പോൾ അത്തരത്തിലൊരു ചുരുക്കമാണ് വന്നിരിക്കുന്നത്. അതായത് പോപ്പുലേഷൻ ഇംപ്ലോഷൻ, ജനസംഖ്യ ചുരുക്കം. ഇന്ന് കാനഡ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, ഇത്തരത്തിലൊരു വഴിയിലേക്ക് വരാനുള്ള ഒരു സംഗതി കൂടി എടുത്തു പറയണം. എല്ലായിടത്തും ബിസിനസ് എല്ലാം കുറയുകയാണ്. എല്ലായിടത്തും സാമ്പത്തിക മാന്ദ്യം അതിരൂക്ഷമായിരിക്കുകയാണ്. അപ്പം എല്ലാം ഇത് മരണക്കിടക്കയിൽ കിടക്കുന്നവരും മരിക്കും അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരും ഇത്തരത്തിലൊരു സൂത്ര വഴി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇത് അവിടുത്തെ ഗവൺമെൻറ് മെയ്ഡ് കൊണ്ടിരുന്നു, മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡൈയിങ്. ഒന്ന് ഓർക്കുക, കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് പറ്റിയ ഏറ്റവും വലിയ അടി ഈ വചനം, അതായത് ദൈവം പറയുന്നു, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിപ്പിൻ, ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം എന്താണ്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യത്ത് കാര്യക്രമങ്ങളൊക്കെ
ഭംഗിയായി ചെയ്തു വെച്ചിരുന്നത്. പലരും കുഞ്ഞുങ്ങളെ കുറയ്ക്കാനുള്ള കാരണം സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പലരും കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം ഒരു തൊഴിൽ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ നേരം വൈകിച്ച് നമ്മൾ പോയി എത്തിച്ചേരുന്നത് അതിനേലും വലിയ ഒരു കെണിയിലേക്കാണെന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ മറക്കാൻ പാടില്ല. ദൈവം ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ സമ്പദ്ഘടനയെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം, ഞാൻ എന്നും പറയുന്നത് പോലെ ഇന്നും പറയുകയാണ്, ദൈവം നമുക്കുള്ളവയെല്ലാം ദൈവം ഉറവിടത്തിൽ സൗജന്യമായി ആണ് കരുതി വച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനുമായിട്ടുള്ളൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. ദൈവം തരുന്ന സമ്പത്തിന് മുഴുവനും മനുഷ്യൻ വില കുറയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു സാമ്പത്തിക ശാസ്ത്രം. ഉദാഹരണത്തിന്, നമ്മൾ സ്വർണം മൈൻ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആരും അവിടെ പൈസ കൊടുക്കുന്നില്ല. സംഭവം ദൈവത്തിൻ്റെ സമ്പത്ത്, സ്വർണവും എല്ലാം ഇവിടെ ഈ കാണുന്ന മുഴുവനും ദൈവത്തിൻ്റെ സമ്പത്താണ്. ആ സമ്പത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അവിടെ വില കൊടുക്കുന്നില്ല. അപ്പം നമ്മളും നമ്മുടെ ദൈവമായിട്ടൊരു സാമ്പത്തിക തലമുണ്ട്. അപ്പനും മക്കളും എന്ന ഒരു തലത്തിലുള്ള ഒരു തലം. ആ സ്വർണം മറ്റുള്ളവർക്ക് ആകർഷകമാക്കി നമ്മൾ നല്ല ആഭരണങ്ങളൊക്കെ പണിത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വർണം തന്നെ കൊടുക്കുകയാണെങ്കിലും വന്ന് ചോദിക്കുന്ന, അതായത് വാങ്ങിക്കാൻ വരുന്നവരാരാ? മനുഷ്യൻ മാത്രമേ വരുള്ളൂ. കാരണം മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. ദൈവം നമുക്ക് സമ്പത്ത് സൗജന്യമായി തരുന്നു. ആ സൗജന്യമായി കിട്ടുന്ന സമ്പത്ത് നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ ഇതിന് വില നൽകുന്നു. വില നൽകുന്നവനാരാ? മനുഷ്യൻ, അതായത് ദൈവത്തിൻ്റെ മക്കൾ. ഈ ദൈവത്തിൻ്റെ മക്കളുടെ എണ്ണം കുറച്ചാൽ നമ്മുടെ സമ്പത്ത് വളരൂ ഇല്ല. ഏറ്റവും താഴ്ന്ന ശ്രേണിയിലുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് പറയാം, മത്സ്യബന്ധനം. നമ്മൾ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നു. കടലിൽ മീൻ ഫ്രീയാ, കാരണം അത് ദൈവത്തിൻ്റെ സാമ്പത്തിക ശ്രേണിയിൽ പെട്ടതാണ്. നമുക്ക് വാരി കോരിയെടുക്കാം. ആ മീൻ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ, ഞാൻ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ കുടുംബനാഥൻ അല്ലെങ്കിൽ ആ കുടുംബസ്ഥൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതിനെന്താ വില? വില നൽകാൻ തയ്യാറാണ്. ദൈവം സൗജന്യമായി തരാൻ തയ്യാറാണ്. മനുഷ്യൻ, അതായത് ദൈവമക്കൾ വില നൽകാൻ തയ്യാറാണ്. ഈ ദൈവമക്കളെ കുറച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടൊരു വളർച്ച നേടുവാൻ സാധിക്കുമോ? ഇല്ല. അതാണ് ഇന്ന് സംഭവിച്ചു വരുന്നത്. എല്ലാം കെട്ടിക്കിടക്കുക, എന്തെടുത്താലും കെട്ടിക്കിടക്കുന്നൊരവസ്ഥ. ഇപ്പം നമ്മൾ മക്കളെ കുറയ്ക്കുന്നതിനനുസരിച്ച് ഇവിടെ സാമ്പത്തിക വളർച്ചയല്ല, സാമ്പത്തിക തളർച്ചയിലേക്കാണ് പോകുന്നത്. സാമ്പത്തിക തളർച്ച എന്ന് പറഞ്ഞാൽ വലിയ വീടുണ്ട്, കാറുണ്ട്, 2000-3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ട്, പക്ഷേ പെയിൻ്റ് അടിക്കാൻ കാശില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക്, പണമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇനി ഞാനൊന്ന് ഒരു മെയിനായിട്ടുള്ളൊരു സംശയം തീർത്തട്ടെ. പലരും വിലക്കയറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വിലക്കയറ്റം ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഒരു വശമാണ്. കാരണം ദൈവം എല്ലാം സൗജന്യമായിട്ടാണ് തരുന്നത്. അപ്പോൾ വിലക്കയറ്റത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ: സവാള മാർക്കറ്റിൽ കിട്ടാതെ വരുമ്പോൾ അതിന് വില കൂടും, തക്കാളി മാർക്കറ്റിൽ കിട്ടാതെ ആകുമ്പോൾ അതിന് വില കൂടും എന്ന് പറഞ്ഞ പോലെ മനുഷ്യ വിഭവ ശേഷി, അതായത് തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാരുടെ സംഖ്യ കുറയുമ്പോൾ അത് മാർക്കറ്റിൽ വില കൂട്ടും. അത്തരത്തിൽ ആ വില കൂടിയ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ആൾക്കാരെ ഉപയോഗിക്കുമ്പോൾ, തൊഴിലാളികളെ ഉപയോഗിക്കുമ്പോൾ ഉൽപാദന ചെലവ് കൂടും, ഒപ്പം ഉൽപ്പന്നത്തിൻ്റെ വില കൂടും. ഇത് വളരെ ഭംഗിയായിട്ടാണ് ദൈവം ഇത്
ഇത്തരത്തിലൊരു വചനം പറയുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കുക. കണ്ടോ, ഒരു വശത്ത് മാർക്കറ്റ് എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള, നിങ്ങളുടെ സേവനം ചോദിക്കാൻ, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, ദൈവം നിങ്ങൾക്ക് നൽകിയ, സൗജന്യമായി നൽകിയ ഉൽപ്പന്നത്തിന് വില നൽകുവാൻ എല്ലാം തയ്യാറായി നിൽക്കുന്ന ഒരു വലിയൊരു പുതിയൊരു തലമുറ, ഒപ്പം തന്നെ ഇതിനുവേണ്ടി സഹായിക്കാൻ. പക്ഷെ ഇവിടെ സഹായിക്കാൻ തൊഴിലാളികൾ, അതായത് മനുഷ്യർ കുറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശത്താണ് നമുക്ക് തട്ട് കിട്ടുക. ഒന്ന് മാർക്കറ്റ് എക്കോണമിയുടെ തട്ട് കിട്ടും, രണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. കാരണം തൊഴിലാളികളില്ല. ഇന്നിപ്പോൾ കേരളത്തെ വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് 1200, 1300, ഇപ്പം ചിലയിടങ്ങളിൽ 1500 രൂപയായി. അത് ഫോഴ്സ് ചെയ്ത് വാങ്ങിക്കുക, കാരണം നമ്മുടെ കയ്യിൽ ആളില്ല. അപ്പോൾ ഈ കാശ് മുഴുവൻ അങ്ങോട്ട് പോകുന്നു. വലിയൊരു നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ 3/2 കൃഷി നിന്നുപോയി. നെൽവയലുകളൊക്കെ അടഞ്ഞു കിടക്കുക. ഇതൊക്കെ സൗജന്യമായി കിട്ടിയിരുന്നതാണ്. ഈ സൗജന്യമായി കിട്ടുമ്പോൾ ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന പണം, അതാണല്ലോ നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനം. ഇതാണ് നിന്നു പോകുന്നത്. നമ്മളൊക്കെ ഇവിടുന്ന് നാട് വിട്ട് ഓടേണ്ട ഒരു ഗതികേട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഓൾറെഡി എത്തി. ഇനി മറ്റൊന്ന് പറയട്ടെ, കൂടുതൽ മക്കളുണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു സ്ഥിതി. എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊരു കാര്യം പറയുകയാണ്. ഞാൻ അരിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അത് 5 രൂപ വരും. അമ്മ ഒരു 5 കിലോ അരി വാങ്ങിച്ചിട്ട് വരാൻ പറയും. അപ്പം 5 രൂപ കൊടുത്ത് 5 കിലോ അരി വാങ്ങിച്ചു. ഈ കുഞ്ഞുങ്ങൾ കുറയുമ്പോൾ അന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങൾ കുറയുമ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ വില കുറയും, നിങ്ങൾ വാങ്ങിക്കാനാളുണ്ടാവില്ല, അപ്പോൾ വില കുറയുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾ കുറയുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയും എന്നുള്ള കാര്യം കുറച്ച് വൈകിയാണ് ഞാൻ പഠിച്ചെടുത്തത്. ഇന്ന് ആ രൂപയുടെ മൂല്യം എത്രയാണ്? 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 20 ഗ്രാം, അന്നത്തെ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ 100 ഗ്രാം അരിയെ കിട്ടുന്നുള്ളൂ. കാരണം അരിയുടെ വില 50 രൂപയായി. ഇതെല്ലാം നമ്മൾ കൂട്ടി ഭാഗിച്ച്, ഇനി മെഡിക്കൽ ബില്ല്. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, നമ്മുടെ കുടുംബിനികൾ ഏകദേശം 60% എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, പ്രസവം നിർത്തിയതിന് ശേഷം 5-6 കൊല്ലത്തിനുള്ളിൽ ഗർഭാശയ സംബന്ധമായ രോഗത്തിൽ ചെന്ന് അകപ്പെടുകയാണ്. ഇതിന് പണം കൊടുക്കണ്ടേ? അപ്പം തന്നെ വയസ്സായവരുടെ പ്രൊപ്പോർഷൻ, അനുപാതം വളരെയധികം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നീ പോയ മക്കൾ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്കല്ല നമ്മൾ പോകുന്നത്. അവർ കാനഡയിൽ പഠിച്ച സംഗതി ഇവിടെ നടപ്പിലാക്കുമെന്നുള്ള ഭയത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ നല്ലവരായ സുഹൃത്തുക്കളെ, ദൈവത്തിനെ ശരിക്കും ഭയപ്പെടണം എന്നാണ് പറയുന്നത്. അതായത് പുറപ്പാട് പുസ്തകം 1-ാമത്തെ പേജിൽ ഒരു പുതിയ രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. അതിൽ ആ രാജാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലികൾ, അവരുടെ സ്ത്രീകൾ പെരുകുന്നു, അവർ ശക്തി ആർജിക്കുന്നു. കണ്ടോ, പെരുകുമ്പോൾ ശക്തിയാണ് ആർജിക്കുന്നത് എന്നുള്ള കാര്യം 4000-5000 കൊല്ലം മുമ്പ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒപ്പം തന്നെ ആ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന 2 സ്ത്രീകളാണ് ഷിഫ്രയും പൂവായി. ആ സ്ത്രീകൾ രണ്ടുപേരും ദൈവഭയമുള്ള മൂലം അവർ ഈ രാജാവ് പറഞ്ഞത് അനുസരിച്ചില്ല. കാരണം രാജാവ് പറഞ്ഞ ആൺപിള്ളേരെ കൊല്ലാനാണ്, പക്ഷേ കൂട്ടുനിന്നില്ല. ദൈവം അവരെ സ്വർഗത്തിൽ നിന്ന് കണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവം അവർക്ക് എന്ത് നൽകിയെന്നും കൂടി പറയുന്നുണ്ട്. അതായത് ദൈവം അവർക്ക് സന്താന പരമ്പരകളെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ മൊത്തം സിസ്റ്റത്തെ ബലപ്പെടുത്തുന്ന ഒരു അനുഗ്രഹമാണ്. അതായത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി അവകാശമാക്കും. നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം ഇന്ന് കാണുന്ന നമ്മൾ വളരെ സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുമക്കൾക്ക് നാളത്തെ വലിയൊരു സഹനത്തിൻ്റെ വഴിയിലേക്ക് കൊടുക്കാതെ, കാരണം അവർക്കും മാർക്കറ്റ് എക്കോണമി അവരെ തളർന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പറ്റാതെയാവും. അപ്പോൾ അവരുടെ മാർക്കറ്റ് എക്കോണമീനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ,
അവർക്ക് ദൈവം കൊടുത്ത വചനം അവരിലെങ്കിലും പ്രാബല്യത്തിൽ വരുത്തുവാൻ നമ്മൾ യത്നിക്കണം. എന്നാലേ ഇത്രയും വലിയ തകർച്ചയിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കാൻ ദൈവത്തിന് പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.